മധ്യപൂർവ്വ ഏഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടെ പുതിയ യുദ്ധക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തുകയാണ് ഉത്തര കൊറിയ. 5 ടൺ ഭാരമുള്ള ചോയ് ഹ്യോൺ ക്ലാസ് ഡിസ്ട്രോയറിൽ നിന്നാണ് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചത്. നാവികസേനയെ ആണവായുധങ്ങൾ സജ്ജമാക്കുന്നതിൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചുവെന്ന് കിം ജോങ് ഉൻ അവകാശപ്പെട്ടു. പുതിയ നാവിക ഡിസ്ട്രോയറായ ചോയ് ഹ്യോൺ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായാണ് കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിൽ മിസൈൽ പരീക്ഷണം നടന്നത്. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ക്രൂയിസ് മിസൈലുകളാണ് പരീക്ഷിച്ചത്. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷയുടെ പുതിയ അടയാളമാണ് ഈ യുദ്ധക്കപ്പലെന്ന് കിം വിശേഷിപ്പിച്ചു. നാവികസേനയെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾ തൃപ്തികരമായി മുന്നേറുകയാണെന്നും സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിൽ ഇത് വലിയ മാറ്റം കൊണ്ടുവരുമെന്നും കിം ജോങ് ഉൻ അവകാശപ്പെട്ടു. 2025 മെയ്യിൽ മറ്റൊരു ഡിസ്ട്രോയർ കപ്പൽ വിക്ഷേപണത്തിനിടെ മറിഞ്ഞത് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ ആ വീഴ്ചകളെ മറികടന്നാണ് പുതിയ നീക്കം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനാണ് ഉത്തര കൊറിയയുടെ മുൻഗണന. അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇത് അത്യാവശ്യമാണെന്നാണ് ഉത്തര കൊറിയയുടെ വാദം. റിപ്പോർട്ടർ, ന്യൂസ് ഡെസ്ക്.